Okay, listen. Christy, listen here. In Jammu and Kashmir, there is a national park, and the protected animal is Hangul. Which national park is that? Okay. Arkanariya. Okay, Christy, listen here. Answer പറയുന്നത് ശ്രദ്ധിക്കുക മോനെ. Okay. Sridev, which national park is that? Dachigam. Okay, Dachigam National Park അല്ലേ? അപ്പോ Dachigam National Park is situated in Jammu and Kashmir. Protected Jammu and Kashmir which state? Seba National Park is എന്താണ് മോളെ സബ? ഈ നാഷണൽ പാർക്ക് എവിടെയാണ്? ഇങ്ങോട്ട് നോക്കാം. ജമ്മു ടീച്ചർ എന്താ ഇപ്പൊ ടീച്ചർ ക്വസ്റ്റ്യൻ പറഞ്ഞേ? കോർബറ്റ് നാഷണൽ പാർക്ക് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നതെന്നാണ് ടീച്ചർ ചോദിച്ചത്. ഓക്കെ, ചോദിക്കുന്നത് കേൾക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും? ഓക്കെ, അപ്പോ ശ്രദ്ധിക്കട്ടോ. ക്വസ്റ്റ്യൻ ഒരാളോട് ചോദിക്കുമ്പോ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യണമെന്ന് പറയാൻ പാടില്ല. ഓക്കെ, അപ്പോ കോർബറ്റ് നാഷണൽ പാർക്ക് സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ് എന്നാണ് ചോദിച്ചത് അല്ലേ? അവിടെ കോർബറ്റ് നാഷണൽ പാർക്ക് നമ്മുടെ കൺട്രിയിലെ ഒരു സ്റ്റേറ്റിലാണ് അല്ലേ? ഓക്കെ ഓക്കെ, ഉത്തരാഖണ്ഡ് ആണോ? റൈറ്റ്. ഇസ് ഇറ്റ് റൈറ്റ്? Okay, അപ്പോ Corbett National Park is situated in Uttarakhand. Which animal they protected? Which type of animal? tiger. Royal Bengal tiger. Okay, Royal Bengal tiger അല്ലേ? അപ്പോ Corbett National Park is situated in Uttarakhand and the protected animal is Royal Bengal tiger. Okay. Okay. Then Muhammad Nihal, listen here, Mone. Periyar National Park is situated in which state? And the protected animal is which type of animal they protected? Muhammad Nihal, Periyar National Park എവിടെയാണ് മോനെ? എന്താണ് മോനെ? കേരളം അല്ലേ? ഓക്കെ, പെരിയാർ നാഷണൽ പാർക്ക് നമുക്ക് പേര് കേട്ടാൽ തന്നെ വേഗം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ? പെരിയാർ. ഓക്കെ, ഇസ് ഇറ്റ് ഇൻ കേരള? ഓക്കെ, പെരിയാർ നാഷണൽ പാർക്ക് ഇസ് ഇൻ കേരള. The protected animal is what type of animal they protected? Indian elephant. Okay, Indian elephants അല്ലേ? Indian elephants-നെയാണ് പെരിയാർ നാഷണൽ പാർക്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, ദെൻ ഏതാണുള്ളത്? കഴിഞ്ഞല്ലേ? കഴിഞ്ഞോ? ഇത്രയല്ലേ ഉള്ളൂ? ഓക്കെ, ദെൻ ദേവാഞ്ജന മോളെ അൺമ്യൂട്ട് ചെയ്തേ മോളെ. ലിസൺ. Kaziranga National Park is situated in which state and their protected animal is what type of animal they protected? Okay, ഏതാണ് മോളെ കാസിരംഗ നാഷണൽ പാർക്ക്? എവിടെയാണ് മോളെ? ആസാമിൽ അല്ലേ? അവർ പ്രൊട്ടക്ട് ചെയ്യുന്ന ആനിമൽ ഏതാണ് മോളെ? റോയൽ ബംഗാൾ ടൈഗർ ആണോ? റൈനോസസ് ആണല്ലേ? ഓക്കെ, റൈറ്റ്. അപ്പോ കാസിരംഗ നാഷണൽ പാർക്ക് ഉള്ളത് എവിടെയാണ്? അസാമിലാണ്. അവർ പ്രൊട്ടക്ട് ചെയ്യുന്ന ആനിമൽ ഈസ് ഇന്ത്യൻ വൺ ഹോൺ റൈനോസസ് അല്ലേ? കാസിരംഗ നാഷണൽ പാർക്ക് ഉള്ളത് അസാമിലാണ്. അവർ പ്രൊട്ടക്ട് ചെയ്യുന്ന ആനിമൽ വൺ ഹോൺ റൈനോസസ് ആണ് അല്ലേ? നെക്സ്റ്റ് വൺ ഈസ് ഗിർ നാഷണൽ പാർക്ക് അല്ലേ? സെബ എന്താണ് മോളെ വീഡിയോ ഓഫ് ചെയ്യുന്നത്? ദ നെക്സ്റ്റ് വൺ ഈസ് ഗിർ നാഷണൽ പാർക്ക് അല്ലേ? സിറ്റുവേറ്റഡ് ഇൻ ഗുജറാത്ത് അല്ലേ? ഗിർ നാഷണൽ പാർക്ക് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഗുജറാത്ത്. ദ പ്രൊട്ടക്റ്റഡ് ആനിമൽ ഈസ് which type of animal they protected?
is Asiatic lion, അല്ലേ? Okay. Then third one is Corbett National Park is situated in Uttarakhand. The protected animal is എന്താണ് മോനെ ഷംവിലെ? Protected animal is Royal Bengal tiger. Okay. Then Dachigam National Park is in Jammu and Kashmir. Protected animal is Hangul. Okay. Then fifth one is Periyar in Kerala. Indian elephants, അല്ലേ? Okay. അപ്പോ നമ്മൾ അത് കഴിഞ്ഞല്ലേ? Then next one നമ്മൾ ചെയ്തത് around the world ആണ്, അല്ലേ? Around the world. How much do you know about other countries? Choose from the boxes and fill in the blanks, അല്ലേ? നമുക്ക് നമ്മുടെ ഇന്ത്യയെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് കുറെയൊക്കെ അറിയാൻ പറ്റും, അല്ലേ? എന്നാലും നമുക്ക് മറ്റ് കൺട്രീസിനെ കുറിച്ച് എന്തൊക്കെ അറിയാം, അല്ലേ? അവിടെ ബോക്സിൽ കുറെ നെയിം കൊടുത്തിട്ടുണ്ട്. ഓരോ കൺട്രി നെയിം, സിറ്റി നെയിം, അവിടുത്തെ ഫേമസ് മോണ്യൂമെന്റ് ഇൻ ദ കൺട്രി, അല്ലേ? ആ കൺട്രിയിലുള്ള ഫേമസ് ആയിട്ടുള്ള പ്ലേസസും കൊടുത്തിട്ടുണ്ട്, അല്ലേ? ബോക്സില്. അപ്പോ ഫ്രാൻസ്, ബ്രസീൽ, USA, ഓസ്ട്രേലിയ, ഇറ്റലി, റഷ്യ. ഫസ്റ്റ് ബോക്സിൽ അത്രയും നെയിം ഉണ്ട്. സെക്കൻഡ് കുറെ സിറ്റി നെയിംസ് ആണ് അതല്ലേ സെക്കൻഡ് ഉള്ളത്. ലണ്ടൻ, റോം, മോസ്കോ, ന്യൂയോർക്ക്, റിയോ ഡി ജനീറിയോ. Then third one, Golden Gate Bridge, Arc de Triomphe, Big Ben, Sydney Opera House, Statue of Liberty, അല്ലേ? ഇത്രയും കാര്യങ്ങള് അവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലേ? ഓക്കെ. അപ്പോ ഒപ്പേര ഹൗസ്, അല്ലേ? അപ്പോ കേട്ടിട്ടില്ലേ സിഡ്നി ഒപ്പേര ഹൗസ്, അല്ലേ? സിഡ്നി ഒപ്പേര ഹൗസിനെ കുറിച്ചൊക്കെ നമ്മള് പഠിച്ചു, അല്ലേ? Sydney Opera House is situated in which country and which state? Okay. Okay, ദേവാഞ്ജന പറഞ്ഞോളൂ മോളെ. Sydney Opera House എവിടെയാണ്? Then okay. Sydney Opera House എവിടെയാണ്? Then their city. ഏത് സിറ്റിയിലാണ് ഒപ്പേര ഹൗസ് ഉള്ളത്, അല്ലേ? ഓസ്ട്രേലിയ. സിഡ്നി, അല്ലേ? നെയിമിൽ തന്നെ ഉണ്ടല്ലേ സിഡ്നി ഒപ്പേര ഹൗസ് എന്നാണ് അത് ഫേമസ് ആയിട്ടുള്ളത്, അല്ലേ? സിഡ്നി ഒപ്പേര ഹൗസ്. അൽന ആൻഡ് സെബ രണ്ടുപേരും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ക്ലാസിന്റെ ടൈമില് വീഡിയോ ഓഫ് ചെയ്യരുത്. ഓക്കെ, മിസ്സിന് എപ്പോഴും നിങ്ങളെ കണ്ടോണ്ടിരിക്കണം. ഓക്കെ, ഇല്ലെങ്കിൽ ശബ്ദം മാത്രം കേട്ടിട്ട് നിങ്ങൾ അവിടെ എന്താ ചെയ്യാന്ന് മിസ്സിന് അറിയാൻ പറ്റില്ല. ഓക്കെ, ലിസൺ. അപ്പോ സിഡ്നി ഒപ്പേര ഹൗസ് ഈസ് ഇൻ സിഡ്നി സിറ്റി, അല്ലേ? സിഡ്നിയിലാണ് സിഡ്നി ഒപ്പേര ഹൗസ് ഉള്ളത്. വിച്ച് കൺട്രി ദേവാഞ്ജന? ഓസ്ട്രേലിയ. ഓക്കെ, is it right? ശരിയാണല്ലേ? ഓക്കെ, then സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഉണ്ട്, അല്ലെ? സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ഓക്കെ, ഇൻ വിച്ച് കൺട്രി ഇൻ ഓർ ആൻഡ് വിച്ച് സ്റ്റേറ്റ്? ഓക്കെ, സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ക്രിസ്റ്റി സിൻഡോ പറഞ്ഞ മോനെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി എവിടെയാണ്? ഏത് സിറ്റിയിലാണ്? ഏത് കൺട്രിയിലാണ്? ടെക്സ്റ്റ് ബുക്ക് ക്ലോസ് ചെയ്ത് വെക്കാൻ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയാവോ? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ടൈമിൽ എല്ലാവരും ശ്രദ്ധിക്കുക. ഒരാളോടാണ് ചോദിക്കുന്നതെങ്കിലും എല്ലാവരും ലിസൺ ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണെന്ന് കേട്ടില്ല സിറ്റോ? ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഇൻ വിച്ച് കൺട്രി ആൻഡ് വിച്ച് സിറ്റി? ഏത് കൺട്രിയിലാണ്, ഏത് സിറ്റിയിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ, ക്ലോസ് യുവർ ടെക്സ്റ്റ് ബുക്ക് ക്രിസ്റ്റി. ഏതാണ്? Can't hear you. USA.
USA. USA അല്ലേ? ഓക്കെ. അപ്പോ ടെക്സ്റ്റ് ബുക്ക് ക്ലോസ് ചെയ്യാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലേ? അല്ലേ? USA അല്ലേ? ഈ സ്റ്റേറ്റ് മോനെ, വിച്ച് സിറ്റി മോനെ? യിലെ ഏത് സിറ്റിയിലാണ്? ഓക്കെ ക്രിസ്റ്റി, നന്നായിട്ട് വായിക്കുക, പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ GK പഠിക്കാതെ നമുക്ക് മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമില്ല അല്ലേ? GKയിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് പഠിക്കുക മാത്രമേ ഉള്ളൂ. ഓക്കെ, ഓരോന്നും പഠിച്ച് നമുക്ക് പതുക്കെ പോയാൽ മതി അല്ലേ? GKയിൽ നമുക്ക് വലിയ വർക്ക് ലോഡോ ഒന്നുമില്ല അല്ലേ? സൂര്യദേവ്, എന്താണ് മോനെ സൂര്യദേവ്? എവിടെയാണ്? പറഞ്ഞോളൂ മോനെ, അൺമ്യൂട്ടായി. സ്റ്റാച്യു ഓഫ് ലിബർട്ടി എവിടെയാണ് മോനെ സൂര്യദേവേ? USA. In which city? I can't hear you മോനെ. ന്യൂയോർക്ക് അല്ലേ? ഓക്കെ, അപ്പോ USA-യിലെ ന്യൂയോർക്ക് സിറ്റിയിലാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഉള്ളത് അല്ലേ? ഓക്കെ, then സെബ, അൺമ്യൂട്ട് ചെയ്ത് മോളെ സെബ. ഓക്കെ, ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് അല്ലേ? ഇറ്റ്സ് എ monument is situated in which country or which state? ഏത് രാജ്യത്താണ്? സോറി, ഏത് രാജ്യത്താണ്? ഏത് സിറ്റിയിലാണ്? ഓക്കെ, ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്. കഴിഞ്ഞ ക്ലാസ്സിലാണല്ലേ ഇത് ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുമ്പോ മിസ് പറഞ്ഞിരുന്നു ഇത് നമ്മള് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവുന്നല്ലേ? പറഞ്ഞിട്ടില്ലേ? ഓക്കെ, അപ്പോ ഇത് നമ്മൾ പറഞ്ഞിരുന്നല്ലേ? നമ്മള് നമ്മുടെ നാഷണൽ പാർക്കിന്റെ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതല്ല, അതിന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ ഈ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് പറഞ്ഞിരുന്നല്ലേ? അറൗണ്ട് ദ വേൾഡിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എവിടാണ് മോളെ സെബ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്? ലുക്ക് അറ്റ് മീ സെബ. ഫ്രാൻസ്. എവിടെയാണ്? ഫ്രാൻസ്. ഫ്രാൻസ്. Is it right? True or false? ശ്രീദേവ്, എന്താണ് മോനെ? ഓക്കെ, അത് ഫ്രാൻസിലാണോ സെബ? Are you sure? No. Answer is wrong. Okay, not in France. Study well. Okay, ഒന്നും പഠിച്ചിട്ടില്ല സെബ. Okay, ആദിദേവ് പറഞ്ഞോളൂ മോനെ. USA. Okay, സാൻ ഫ്രാൻസിസ്കോ അല്ലേ? USA-യിലെ സാൻ ഫ്രാൻസിസ്കോ സിറ്റിയിലാണ് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്. ഓക്കെ, റൈറ്റ്. സെബ, എവിടെയാണ് മോളെ സെബ? ലുക്ക് അറ്റ് മീ സെബ. എവിടെയാണ് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്? USA-യിലെ ഏത് സിറ്റിയിലാണ് മോളെ? You never listen, okay? Listen ചെയ്യാ. Okay, ലിസൺ ചെയ്യാ. അവിടുന്ന് ഒരു 40 മിനിറ്റ് ആണല്ലേ ലിസൺ ചെയ്യാൻ പറയണത്. ഓക്കെ, അപ്പോ GK ക്ലാസ് ലിസൺ ചെയ്യാനേ ഉള്ളൂ. ജസ്റ്റ് ലിസൺ വാട്ട് ഐ സേ. ഞാൻ എന്താണ് പറയുന്നതെന്ന് ലിസൺ ചെയ്യാ. ഓക്കെ സെബ?
അടുത്ത ക്ലാസ്സില് നന്നായിട്ട് ഇരിക്കണം. ഓക്കെ. Then Aaron, unmute ചെയ്തേ Aaron. Shambil. Okay. Aaron ഒന്ന് unmute ചെയ്തേ മോനെ. Hear me, Aaron? There is a network problem, I think. Okay. Then ആരോടാണ് ഇനി ചോദിക്കേണ്ടത്? അൽന, മോളെ എന്താണ് മോളെ വീഡിയോ ഓഫ് ചെയ്തത്? അൽന ഒന്ന് ഓൺ ചെയ്തേ മോളെ. ഓക്കെ. അപ്പോ ക്രെംലിൻ പാലസ് അല്ലെ? ക്രെംലിൻ പാലസ്. ഓക്കെ. അൺമ്യൂട്ട് ചെയ്തേ മോളെ. ഓക്കെ. ക്രെംലിൻ പാലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോണ്യൂമെന്റ് ഉണ്ട് അല്ലെ? അത് ഏത് കൺട്രിയിലാണ്? ഏത് കേൾക്കുന്നില്ല? ക്രെംലിൻ പാലസ് എവിടെയാണ് എന്നാണ് മോളെ ക്വസ്റ്റ്യൻ. കേൾക്കുന്നില്ല മിസ്സേ. ഇത്ര സമയം കേട്ടിട്ടുണ്ടായിരുന്നില്ലേ മോളെ? അൽന, വിച്ച് കൺട്രിയിലാണ്? വിച്ച് സിറ്റിയിലാണ്? ഏത് കൺട്രിയിലുള്ള ഏത് സിറ്റിയിലാണ് ക്രെംലിൻ പാലസ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. ആരോൺക്ക് അജിത്ത് കാര്യമായിട്ട് അന്വേഷിക്കാണല്ലോ മോനെ. ടെക്സ്റ്റില് നിറച്ചു അന്വേഷിക്കാണ് ആരോൺ. How's your textbook? Okay. You don't know അല്ലേ അൽന? Okay. Study well. Okay. ആരോൺ unmute ചെയ്ത് മോനെ. Okay. Kremlin Palace ഏത് കൺട്രിയിലാണ് മോനെ? Which country and which city? Don't know? അറിയില്ല അല്ലേ? Listen. And ഷെഫി എവിടെയാണ് മോളെ? ക്രെംലിൻ പാലസ് നമ്മള് 2 ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലെ? നമ്മൾ ഇതിനെ കുറിച്ച് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തു. കാരണം നമുക്ക് ഒരു ക്ലാസ്സിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പൊ നമ്മളത് മാക്സിമം നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷേ ഷെഫി പറഞ്ഞ മോളെ, ക്രെംലിൻ പാലസ് എവിടെയാണ് മോളെ ഷെഫി? നിങ്ങളെല്ലാവരും നല്ല പുള്ളികളാണ് അല്ലെ? ആരും മോശമല്ല. ഓക്കെ. നമ്മുടെ ദേവാഞ്ജന പറയാൻ റെഡിയായി നിൽക്കുന്നുണ്ട് അല്ലെ ദേവാഞ്ജന? ഓക്കെ പറഞ്ഞോ മോളെ. അൺമ്യൂട്ട് ചെയ്തു മോളെ. ഓക്കെ. കൺട്രി റഷ്യ, സിറ്റി കൺട്രി റഷ്യ, സിറ്റി മോസ്കോ. അതെ. ഓക്കെ. റഷ്യയിലാണല്ലേ? റഷ്യ എന്നാണ് അത് വായിക്കുക ദേവാഞ്ജന. ഓക്കെ. RUSSIA ആണല്ലേ? പക്ഷേ നമ്മള് എന്താ വായിക്ക പെട്ടെന്നല്ലേ? RU കാണുമ്പോ നമ്മൾ വിചാരിക്കും റൂ എന്നാണെന്നല്ലേ? ബട്ട് അത് റഷ്യ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. ഓക്കെ. റഷ്യയിലുള്ള മോസ്കോ സിറ്റിയിലാണ് ക്രെംലിൻ പാലസ് ഉള്ളത് അല്ലേ? ഓക്കെ. അപ്പൊ ആരോൺ മോനെ, ആരോൺ can you hear me? ആരോണിനൊക്കെ അവിടെ എന്തോ റേഞ്ച്. ആരോൺ, where are you going? വീഡിയോ ഒക്കെ ഓഫ് ചെയ്ത് പോവുകയാണ് ആരോൺ. It is not fair. Okay. മോളെ അൽന അൺമ്യൂട്ട് ചെയ്ത് മോളെ. അപ്പൊ എവിടെയാണ് ക്രെംലിൻ പാലസ് ഉള്ളത്? ക്രെംലിൻ പാലസ് എവിടെയാണ് മോളെ? ഇപ്പൊ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്.
ദേവാഞ്ജന ആൻസർ പറഞ്ഞു. മിസ് അതൊന്നുകൂടി റിപ്പീറ്റും ചെയ്തു. കൺട്രി റഷ്യ, സിറ്റി മോസ്കോ. ഓക്കെ, റഷ്യയിലുള്ള മോസ്കോയിലാണ് ക്രെംലിൻ പാലസ്. ആരോൺ പറഞ്ഞു മോനെ, വേർ ഈസ് ക്രെംലിൻ പാലസ്? അൺമ്യൂട്ട് ചെയ്തേ മോനെ. ആരോൺ അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ, വേർ ഈസ് ക്രെംലിൻ പാലസ്? ക്രെംലിൻ പാലസ് എവിടെയാണ് മോനെ ആരോൺ? ആരോൺ I think there is. എന്താണ് മോനെ ആരോൺ? Okay, I think there is some problem. അല്ലേ, അവിടെ എന്തോ പ്രോബ്ലം ഉണ്ട്. അപ്പോ എല്ലാവരും നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ സേവ് അവർ സ്പീഷീസും എറൗണ്ട് ദ വേൾഡും നല്ല ക്ലീൻ ആയിട്ട് നീറ്റ് ആയിട്ട് വായിച്ചിട്ട് വരിക. ഓക്കെ, ആരും കുറച്ചു പേര് മാത്രമേ പഠിച്ചിട്ടുള്ളൂ അല്ലേ? വേറെ ആരും വായിച്ചിട്ടേ ഇല്ല. അലിനൊന്നും GK തൊട്ട് നോക്കിയിട്ടില്ല അല്ലേ അലിന? ശരിയല്ലേ അലിന? വായിച്ചു നോക്കിയില്ലല്ലോ? ഇല്ല അല്ലേ? വലിയ കാര്യമായിട്ടൊന്നുമില്ല അല്ലെ? നമ്മൾ ഒരു തവണ വായിച്ചാ നമുക്ക് പറയാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കുക, അടുത്ത ക്ലാസ്സിൽ വരുമ്പോ നന്നായിട്ട് വായിച്ച് പഠിച്ച് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കണം വരുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ആണ് ദ ചേഞ്ച് അവർ വേൾഡ് അല്ലേ? ദ ചേഞ്ച് അവർ വേൾഡ്. അവിടെ ഒരു